അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ അത്തരത്തിലുള്ള മത്സരയും മറ്റും ചെയ്തുകൊണ്ട് കൂടുതൽ സ്ഥാനാർത്ഥികൾ ജില്ലയിൽ മത്സരിക്കുന്നത് മണലൂർ മണ്ഡലത്തിലാണ്. 10 സ്ഥാനാർത്ഥികളാണ് അവിടെ പ്രാധാന്യം ഏറെയുള്ള ഒരു ജില്ലയാണ്. ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ നടന്നിരുന്ന ഒരു വഴി ബ്ലോക്കാകില്ലേ? വഴി കരുതോ വഴി ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ എൻ്റെ ആദ്യത്തെ വോട്ട് വളരെ ഭക്തിയാദരപൂർവ്വം ചാർത്തി. ഞാൻ പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് നടന്നു വന്നത്. അവസാനം പാർലമെൻറ്റിൽ മുഴങ്ങിക്കേട്ടത് ആ നാമമാണ്. അപ്പോൾ അത് അവിടെ മുതൽ ഒരു നിമിത്തവും ഒരു ദൗത്യവുമായി തോന്നി. ഇത്തവണ ഗുരുവായൂർ വോട്ട് ചെയ്യാൻ സാധിച്ചു. ഗുരുവായൂരപ്പനെന്നാണ്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി അങ്ങോടൊപ്പം ഉണ്ട്. പ്രസ്താവനകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പ്രസ്താവന എല്ലാവരും ഇറക്കുന്നുണ്ടല്ലോ. കൊണ്ടുപിടിച്ച് ആണ് 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 എന്ന് പറഞ്ഞവരില്ലേ അല്ലേ? എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറയുന്നത് പറഞ്ഞോട്ടെ. പക്ഷേ ഒരു ജനനിശ്ചയം എന്ന് പറയുന്നത് ഇതിനെ ഒന്നും ആധാരമാക്കിയായിരിക്കില്ല. ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും മാറി വരുന്ന ചിന്താഗതി. ഈ കാലഘട്ടം 12 വർഷത്തെ ഞങ്ങളുടെ ഒരു ഭരണ മികവ് ദേശവ്യാപകമായി. അതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ആവും. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് സർപ്രൈസസ് ഉണ്ടാവും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് എത്ര കിട്ടും, കോൺഗ്രസിന് എത്ര കിട്ടും? നിങ്ങൾ വലിയ എല്ലാ രാഷ്ട്രീയത്തെയും അനലൈസ് ചെയ്യുന്നവരല്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമുണ്ടോ? എനിക്കറിയത്തില്ല. നമ്മൾ അങ്ങനെ അല്ല വിലയിരുത്തേണ്ടത്. ഓരോ മണ്ഡലത്തിനും ചില നിശ്ചയങ്ങളുണ്ടാവും. തൃശ്ശൂർ പാർലമെന്റിൽ താമര വിരിഞ്ഞു, നിയമസഭയിൽ എത്ര താമര വിരിയുന്ന? അതെ, അതാ ഞാൻ പറഞ്ഞ് 9 മുതൽ അവിടെ വിരിയുന്നുണ്ട്, താമരയല്ല. ഇതുവരെ കോർപ്പറേഷനിൽ വിരിഞ്ഞ എത്ര വർഷമായിട്ട് വിരിയുന്നില്ല കോർപ്പറേഷനിൽ. ഞങ്ങൾ പോലും വിരിഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ. അതൊക്കെ ജനങ്ങളുടെ നിശ്ചയമാണ്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ജയിച്ചു കഴിയുമ്പോൾ അതിന് അന്യായമായ ന്യായം പറഞ്ഞ് പറയരുത്. അത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അവരെ അവഹേളിക്കുക മാത്രമാണ്. നിങ്ങളായാലും തോറ്റു വീണവരായാലും അങ്ങനെ അപഹസിക്കരുത്. കേരളത്തിൽ BJP ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? ഉറപ്പായിട്ടും ആയിരിക്കും. ഞാൻ ആദ്യം മുതലേ പറയുന്നതല്ല. ഡിസൈഡിങ് ഫാക്ടർ ആകുക മാത്രമല്ല, ഇന്ന് ജനങ്ങൾ നിശ്ചയിച്ച അവർക്ക് കഴിഞ്ഞ ഒരു 5 വർഷമെങ്കിലും ഏറ്റ ദ്രോഹം അത് ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും എന്ന് ഞാൻ പ്രചരണത്തിലും പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പാലക്കാട് ഇന്നലെ ഉണ്ടായ സംഭവം ശോഭാ ഇല്ല, അതെനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ മെനിഞ്ഞാന്നത് മണലൂരുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇവരെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ പാർട്ടിക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടായി മുന്നേറ്റമുണ്ടാകും. അപ്പോൾ ആ വ്യക്തികളെ ഹത്യ ചെയ്ത് ഇല്ലാതാക്കുക. ഞാൻ ഫ്രം ഡേ വൺ ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുവന്നു. കലാമണ്ഡലം ഗോപി ആശാൻ്റെ വിഷയം നിങ്ങൾ കൊണ്ടുവന്നു, അദ്ദേഹം തന്നെ പൊളിച്ചടുക്കിയില്ലേ, സ്റ്റിച്ചിടാൻ പറ്റാത്ത പരുവത്തിൽ കീറി തന്നില്ലേ. ഇത് ദൈവമുണ്ട്, സത്യം പുറത്തു വരും, അന്നേരം വരട്ടെ.